ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോവൽ കൃഷിയുടെ ഒരു പരിപാലനത്തെക്കുറിച്ചാണ്. അപ്പം കോവൽ കൃഷിയെക്കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളിതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റി നടുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുരടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ ഇതേപോലെ അഗ്രഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നീട് അത് വള്ളികൾ വീണ്ടും വളർന്ന് അതിൽ വിളവ് കിട്ടുകയാണ് ചെയ്യുക. അപ്പം കോവൽ കൃഷി നമുക്ക് കുറേ കാലങ്ങളോളം ചെയ്ത് എടുക്കാവുന്ന, ഒരു വള്ളിയിൽ തന്നെ കുറേ കാലങ്ങൾ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ്. 1-2 വള്ളികൾ നട്ടു കൊടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കോവൽ പറിച്ചെടുക്കാൻ പറ്റും. വലിയ കോവൽ, ഇത്തരത്തിലുള്ള വലിയ കോവലിൻ്റെ തൈകളോ അല്ലെങ്കിൽ വള്ളികളോ ഒക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങി നട്ട് നോക്കുക. ടെറസിന് മുകളിൽ നമുക്ക് ഇതേപോലെ പന്തലിട്ടിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വിളവും കൂടിയാണ്. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നമുക്ക് ഇത് വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ്. അതേപോലെ നമ്മുടെ പച്ചക്കറിയിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുക. ഇത്രയും മാത്രമേ ഇതിൻ്റെ കെയറിങ് ഉള്ളൂ. നല്ല ഔഷധഗുണമുള്ള ഒരു വിളവാണ് നമ്മൾ ഈ ഒരു കോവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈ നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ട് തൈയായി മാറിയത് കാണിച്ചു തരാം. അപ്പം പാകം വന്നതനുസരിച്ച് നമുക്ക് ആ കോവൽ പറിച്ചെടുക്കാവുന്നതാണ്. ഇളയതായാലും മൂത്തതായാലും ഒക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. തോരൻ വയ്ക്കാനും അല്ലാതെ പച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ നല്ലതാണ് ഈ കോവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച മുന്നേ ഇതേപോലെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഈ രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കഴിഞ്ഞ തവണ തണ്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുളച്ചത് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തണ്ട് നട്ടു കൊടുത്ത് വള്ളി പടർന്നു വരുന്നുണ്ട്. 2-3 തണ്ടുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ തണ്ടുകൾ 1.5 അടി ഹൈറ്റിൽ നമ്മൾ നട്ടു കൊടുത്ത തണ്ടുകളിലാണ് ഇതേപോലെ ഉണ്ടായിട്ടുള്ളത്. ഇതിനി നമ്മളൊരു കുഴിയെടുത്ത് അതിൽ കുറച്ച് ചാണകപ്പൊടി, കരിയില വേസ്റ്റൊക്കെ ഇട്ട് അതിലാണ് നമ്മൾ ഈ ചെടി ഇറക്കി വയ്ക്കുന്നത്. പിന്നെ 1-2 മാസം കഴിയുമ്പോഴേക്ക് വള്ളി പടർന്നു കയറി അതിലൊക്കെ കായ്കളായിക്കോളും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോവൽ കൃഷിയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളാണ് വീഡിയോയോടെ പങ്കുവച്ചത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.